ഹായ് ഓൾ പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അനാമികയ്ക്ക് ഒരു മുട്ട പണി കിട്ടുകയാണ് കേട്ടോ. അനാമികയ്ക്ക് മാത്രമല്ല, അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും, അതായത് രേവതിക്കും വേണുവിനും കൂടിയാണ് ഈ മുട്ട പണി കിട്ടുന്നത്. അങ്ങനെ ഒരു ദിവസം ദേവയാനി നമ്മുടെ നയനയ്ക്ക് നല്ലൊരു നെക്ലേസ് വാങ്ങിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം കനകയും കൂടെ അറിഞ്ഞിട്ടാണ് ദേവയാനിയുടെയും നയനയുടെയും അഭിനയമൊക്കെ കലക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരുവരും ഭയങ്കര നാടകമാണ് കേട്ടോ എല്ലാവരുടെയും മുമ്പിൽ. അപ്പം ദേവയാനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നെക്ലേസ് തന്നെ നയനയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. നയനയ്ക്ക് സമ്മാനമായിട്ടാണ് ദേവയാനി വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ദേവയാനി നയനോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഞാൻ ഇതല്ല, ഇതിനപ്പുറം മോൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിലും അപ്പുറത്ത് ഞാൻ നിനക്ക് സമ്മാനങ്ങൾ വാങ്ങിച്ചു തരും. അതുകൊണ്ട് ആദർശിനെയും കൂട്ടി എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ പോയി കാണണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി നയനയ്ക്ക് നല്ലൊരു നെക്ലേസ് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് നയന എല്ലാവരുടെയും അടുത്തോടെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് അനാമിക, ഇവക്കിത് എവിടെ നിന്നാണ് ഇത്രയും നല്ലൊരു നെക്ലേസ്? എന്താണെങ്കിലും ഒരു 10-20 പവൻ്റെ മതിപ്പുണ്ട്. 10-20 പവനൊന്നും ഇല്ലെങ്കിലും ഒരു 10-15 പവൻ കാണാണ്ടിരിക്കത്തില്ല. ഇവക്ക് ഇത്രയൊക്കെ ശമ്പളം മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അതോ ഇനി ആദർശേട്ടൻ വാങ്ങിച്ചു കൊടുത്തതാണോ? എനിക്കൊരുത്തനുണ്ട്, അവന് ഇത് പോയിട്ട് ഒരു 2 പവൻ്റെ മാലയെങ്കിലും എനിക്ക് വാങ്ങിച്ചു തന്നാൽ മതിയായിരുന്നു. അതുപോലും ഇല്ല. അവനെക്കൊണ്ട് എന്തിനു കൊള്ളാം? ആദർശേട്ടനെ കണ്ടുപഠിക്കണം. ഭാര്യയ്ക്ക് ഇഷ്ടം പോലെയുള്ള സാധനങ്ങൾ എന്തുമാത്രം സ്വർണ്ണമോ വാങ്ങിച്ചു കൊടുക്കുന്നത്. എൻ്റെ ഒരു വിധി എന്നൊക്കെ ഓർത്ത് അനാമിക ഇങ്ങനെ ഭയങ്കര അസൂയയോടെ നയനേനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നയനയുടെ അടുത്തേക്ക് അനാമിക ചെല്ലുന്നുണ്ട്. എന്നിട്ട് അനാമിക നയനേനെ കുത്തി ചോദിക്കുകയാണ്, എവിടെ നാടി നിൻ്റെ അച്ഛനും അമ്മയും വാങ്ങിച്ചു തന്നതാണോ നിനക്ക് ഈ നെക്ലേസ്? അപ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നതാണ് ഈ നെക്ലേസ് എന്ന് പറയുമ്പോഴത്തേന് അനാമിക ചോദിക്കുകയാണ്, നിൻ്റെ അമ്മ കനക തന്നെയല്ലേ? അല്ലാണ്ട് വേറെ ആരും അല്ലല്ലോ. അവർക്ക് ഈ 10-20 പവൻ്റെ സ്വർണ്ണമൊക്കെ വാങ്ങാനുള്ള വകുപ്പുണ്ടോ? ഓ, ഇപ്പം നിൻ്റെ അനിയത്തി വലിയ SI ഒക്കെ ആവാൻ വേണ്ടി പോവുമല്ലേ? അതുകൊണ്ട് ഇപ്പോഴേ വല്ല കൈക്കൂലിയൊക്കെ വാങ്ങാൻ വേണ്ടി തുടങ്ങിയതാണോ എടി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നയനോട് അനാമിക. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും നയനയ്ക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് നയന അനാമികയോട് പറയുന്നുണ്ട്, അനാമിക, ഞാൻ നിൻ്റെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വെറുതെ നടന്ന് ഇടപെട്ട് എൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അല്ലെങ്കിൽ തന്നെ എൻ്റെ ചേച്ചീൻ്റെ കയ്യിൽ നിന്നും എൻ്റെ അനിയത്തിയുടെ കയ്യിൽ നിന്നും ആവശ്യത്തിലധികം നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ നിന്നും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം അനാമിക പറയുന്നുണ്ട്, നീ അടി എല്ലാത്തിനും കാരണക്കാരി. നീ കാരണമാണ് അവരെന്നെ തല്ലിയത്. നീയാണ് അവരെ കൊണ്ട് എന്നെ തല്ലിപ്പിച്ചത്. അതെല്ലാം എനിക്കറിയാം. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട എന്നൊക്കെ പറയാണ് കേട്ടോ. അന്നേരം ഈ സംസാരത്തിനിടയിലേക്ക് നമ്മുടെ ദേവയാനി വരുന്നുണ്ട് കേട്ടോ. ദേവയാനിക്ക് ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് അനാമികയോട്. പക്ഷെ അനാമികേനെ ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. കാരണം അനാമിക ആ വീട്ടിലെ ഇളയ മരുമകളുമാണ്. മാത്രമല്ല ജാനകിയുടെ ഏറ്റവും സ്നേഹപ്പെട്ട മകളുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അനാമികേനെ ഒന്നും പറയാൻ ദേവയാനിക്ക് പറ്റില്ല. അപ്പോൾ ദേവയാനി അങ്ങോട്ട് വന്നിട്ട് അനാമികയോട് ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ ഇവള് നിന്നെ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ദേവയാനി നയനേനെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമിക ദേവയാനിയോട് പറയാണ്, ഇത് നോക്ക് വല്യമ്മേ, ഞാൻ ഇവളോടൊന്ന് ചോദിച്ചു ഈ സ്വർണം എവിടുന്നാ വാങ്ങിച്ചേന്ന്. നോക്ക്, ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടോ? എന്താണെങ്കിലും ഒരു 10-20 പവനുണ്ടാകും. അപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു ഇത് ഇവളുടെ അമ്മ ഇവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തതാന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നിൻ്റെ അമ്മയ്ക്ക് അത്രയൊക്കെ പൈസ കിട്ടിയോ എന്ന്, എവിടുന്നാ കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതിവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവൾ അതിന് എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ശരിയല്ലേ വല്യമ്മേ? ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എൻ്റെ അറിവിൽ ഇവർക്ക് ഇത്രയൊക്കെ സ്വർണം വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവളോട് ചോദിച്ചത്. എന്നിട്ട് ഇവളെന്നെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വല്യമ്മയ്ക്ക് കേൾക്കണോ? അപ്പോൾ ദേവയാനി പറയാണ്, എനിക്ക് കേൾക്കണ്ട മോളെ. ഇവളുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കുപോലും കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മോൾ ഇനി ഇവളോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കണ്ട. അവളുടെ അമ്മയോ അച്ഛനോ ആരാന്ന് വെച്ചാൽ അവൾക്ക് എന്താന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്കട്ടെ. മോൾ ഇനി അതൊന്നും കാര്യമാക്കണ്ട. മോൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോൾക്ക് അനിയോട് പറയാലോ, അനി മേടിച്ചു തരൂലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അനിയ നമ്മുടെ അനാമിക
ദേവയാനിയോട് പറയാണ്, അതെ വല്യമ്മേ. മാത്രമല്ല അനി എന്തിനാ എനിക്ക് മേടിച്ച് തരുന്നത്? എൻ്റെ അച്ഛൻ എനിക്ക് ഇഷ്ടം പോലെ സ്വത്തും സ്വർണവും ഒക്കെ മേടിച്ച് തരും. അതല്ലാണ്ട് എനിക്ക് അനിയനോടൊക്കെ കൊണ്ട് അനിയൻ്റെ കീശയിലെ പൈസ തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അച്ഛൻ എനിക്ക് ഇഷ്ടം പോലെ സ്വർണം മേടിച്ച് തന്നിട്ടുണ്ടല്ലോ. മാത്രമല്ല എനിക്ക് ഈ സ്വർണത്തിനോടൊന്നും അത്ര വലിയ കമ്പമൊന്നുമില്ല. എല്ലാവരെയും പോലെ ഞാൻ ഈ സ്വർണം ഇട്ട് എല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കുന്നൊന്നുമില്ല എന്നേ ഉള്ളൂ. എനിക്ക് ഇഷ്ടം പോലെ സ്വർണം ഉണ്ടെന്നുള്ള കാര്യം വല്യമ്മയ്ക്ക് അറിയാലോ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയാണ്, അതൊക്കെ എനിക്കറിയാം മോളെ. ഇനിയിപ്പം അതൊന്നും ഇവിടെ ആരോട് സംസാരിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. മോൾ എന്തായാലും ചെല്ല് എന്ന് പറഞ്ഞ് അനാമികേനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. എന്നിട്ട് നയനയുടെ അടുത്ത് ദേവയാനി പറയാണ്, മോൾക്ക് വിഷമമായോ? അവളൊരു കഥയില്ലാത്ത പെൺകുട്ടിയാണ്. നമുക്ക് അവളെ ഒന്ന് ശരിയാക്കി എടുക്കണം. അനിയും അവളും കുറച്ച് സ്വരച്ചേർച്ചയിലാണ്. അവർ തമ്മിലുള്ള ഈ സ്വരച്ചേർച്ചയൊക്കെ ഒന്ന് മാറ്റി അവരെ ഒന്ന് ഇഷ്ടത്തിലൊക്കെ ഒന്ന് ആക്കിയെടുക്കണം. ആദർശും നിന്നെയും പോലെ അവരും നല്ലൊരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറയാണ് കേട്ടോ ദേവയാനി നയനയുടെ അടുത്ത്. അപ്പോൾ നയന പറയുന്നുണ്ട്, എല്ലാം ശരിയാകും അമ്മേ, എല്ലാം ശരിയാവും, അമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും പോവുകയാണ് കേട്ടോ അവിടുന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ്. അനാമികയെ അച്ഛൻ വേണുവിനെ വിളിച്ചിട്ട് പറയാണ്, അച്ഛാ അച്ഛൻ എവിടെയാണോ ഉള്ളത്? അപ്പോൾ വേണു പറയാണ്, ഞാൻ വീട്ടിലുണ്ടല്ലോ മോളെ, എന്താ? അപ്പോൾ അച്ഛൻ അമ്മേനെയും കൂട്ടി വേഗം നമ്മുടെ മോർത്തിസ് ജ്വല്ലറി ഉള്ള ടൗണിലേക്ക് ഇറങ്ങും, ഞാനും അങ്ങോട്ട് വരാം എന്ന് പറയാണ്. അപ്പോൾ വേണു ചോദിക്കുകയാണ്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം വേണുവിനോട് നമ്മുടെ അനാമിക പറയുന്നുണ്ട്, കാര്യമൊക്കെ ഞാൻ വന്നിട്ട് പറയാം, അച്ഛൻ എന്തായാലും അങ്ങോട്ട് വാ, എന്തായാലും വലിയ കുഴപ്പം പിടിച്ച കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞ് വേണുവിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേണും രേവതിയും കൂടെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് മോർത്തിസ് ജ്വല്ലറിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ആ സമയം തന്നെ അനാമിക അങ്ങോട്ട് വരുന്നുണ്ട്. അനാമികനെ കണ്ടിട്ട് വേണു ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ നീ ഇപ്പം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞത്? അപ്പോൾ അനാമിക പറയാണ്, അച്ഛൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. എനിക്ക് ഇവിടെ നിന്ന് ഒരു നെക്ലേസ് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അച്ഛനും അമ്മയും ആവുമ്പോൾ നല്ലൊരു നെക്ലേസ് തന്നെ നോക്കി നമുക്ക് എടുക്കാമല്ലോ. പിന്നെ എനിക്ക് തനിച്ചിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് മടിയാണ്, അതുകൊണ്ടാണ് എന്ന് പറയാണ്. അപ്പോഴത്തേനും രേവതി ചോദിക്കുന്നുണ്ട്, നെക്ലേസോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോളെ എനിക്കൊരു വളയും കൂടി എടുക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയാണ്, അതിനെന്താമ്മേ, ഇത് നമ്മുടെ ജ്വല്ലറി അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവിടെ നിന്ന് എടുക്കാം, പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അനിയുടെ പേരിൽ നമുക്ക് പറ്റില്ല എന്തെങ്കിലുമൊക്കെ എടുക്കാം എന്ന് പറയാണ്. അന്നേരം വേണുവും പറയുന്നുണ്ട്, അത് ശരിയാ മോളെ, നമുക്കിവിടുന്ന് എന്തായാലും എന്തെങ്കിലും എടുക്കുമ്പോൾ കാര്യമായിട്ട് തന്നെ എടുക്കണം. അല്ല മോളെ, നിനക്കെന്താ ഇത്ര പെട്ടെന്ന് ഒരു സ്വർണ്ണം എടുക്കണം എന്നൊക്കെ തോന്നിയത്? അന്നേരം അനാമിക പറയുന്നുണ്ട്, അവളില്ലേ ആ നയന, അവൾക്ക് അവളുടെ അമ്മ കൊടുത്തതാന്നും പറഞ്ഞു ഒരു 10-20 പവൻ്റെ നെക്ലേസ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിലസുന്നുണ്ട്. അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് തോന്നിയതാ, എനിക്ക് അതിനെക്കാട്ടിലും വലിയ തൂക്കമുള്ള ഒരു നെക്ലേസ് എടുക്കണം എന്ന്. അതുകൊണ്ടാണ് അച്ഛാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാണ്, ഓ എന്താണെങ്കിലും നയനയ്ക്കൊരു നെക്ലേസ് കിട്ടിയത് നമുക്കെല്ലാവർക്കും ഉപകാരമായി എന്ന് പറയാണ്. അങ്ങനെ അവർ തമാശയൊക്കെ പറഞ്ഞ് മോർത്തിസ് ജ്വല്ലറിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അനാമികയും രേവതിയും കൂടി ഒരു 10-50 പവൻ്റെ പർച്ചേസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് സെയിൽസ്മാൻ ബില്ല് കൊണ്ടു കൊടുക്കുകയാണ്, ഇതാ മേഡം ബില്ല്, ഇനി എന്തെങ്കിലും ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൗണ്ടറിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അയാൾ. അപ്പോഴത്തേനും അനാമികയ്ക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരികയാണ്. താനെന്താടോ എന്നെ കളിയാക്കുകയാണോ, ഞാൻ ആരാന്ന് തനിക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സെയിൽസ്മാൻ പറയുന്നുണ്ട്, മേഡം ഞാനൊരു തമാശയ്ക്കാണ് ഡിഡക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്, മേഡം ആരാന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പിന്നെ എന്താടോ തന്നെ എന്നോട് ബില്ല് കൊണ്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്ന് പറയുമ്പോൾ സെയിൽസ്മാൻ പറയാണ്, ഇവിടുത്തെ രീതി അനുസരിച്ച് ഇവിടുന്ന് ആരെടുത്താലും, അതിപ്പം മൂർത്തി സാർ എടുത്താൽ പോലും ഇവിടെ പൈസ അടയ്ക്കാറുണ്ട് മാഡം, പിന്നെ ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിലാണല്ലോ നടക്കുന്നത്. ഇവിടെ വന്നിട്ട് വെറുതെ പോയി സ്വർണം ആരും എടുക്കാറില്ല. ഇവിടെ വന്ന് ദേവയാനി മേഡം എടുത്താലും ആരെടുത്താലും, ജലജ മേഡം എടുത്താലും ജാനകി മേഡം എടുത്താലും ആരെടുത്താലും ഇവിടെ പൈസ അടയ്ക്കാറുണ്ട്. ഇനിയിപ്പം ആദർശ് സാർ എടുത്താൽ പോലും ഇവിടെ പൈസ അടയ്ക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മേഡത്തിനോട് പറഞ്ഞത്, താൻ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും വരണ്ട, എന്താണെങ്കിലും അവരൊക്കെ എടുത്താൽ പൈസ അടയ്ക്കുമായിരിക്കും, ഇതെന്തായാലും ഞാൻ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല, താൻ എന്തായാലും ആ സ്വർണ്ണമൊക്കെ ഇങ്ങത്താ എന്നും പറഞ്ഞുകൊണ്ട് വേഗം പാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെയിൽസ്മാനോട് ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ നമ്മുടെ അനാമിക. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, തൻ്റെ ജോലി ഞാൻ തെറിപ്പിക്കും, താൻ ആരോടാണ് ഇതൊക്കെ സംസാരിച്ചതെന്നുള്ള കാര്യം തനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം, അറിഞ്ഞുകൊണ്ടാണല്ലേ അപ്പോൾ താൻ സംസാരിച്ചത്
സംസാരിച്ചത്, തൻ്റെ ജോലി ഞാൻ തെറിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെയിൽസ്മാൻ പറയുന്നുണ്ട്, മാഡം ഞാൻ അറിയാണ്ട് സംസാരിച്ചതാണ്, മാഡം എൻ്റെ ജോലിയൊന്നും കളയരുത് എന്ന് പറയാണ്. അന്നേരം അനാമിക പറയുന്നുണ്ട്, താനിനി കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം വാങ്ങിച്ച് അവരെല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ് കേട്ടോ. അതായത് നമ്മുടെ വേണുവും രേവതിയും അനാമികയും കൂടെ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോരുന്നുണ്ട്. എന്നിട്ട് വേണു അനാമികയോട് ചോദിക്കുന്നുണ്ട്, മോളെ എന്തെങ്കിലും പ്രശ്നമാവുമോ? അന്നേരം അനാമിക പറയുന്നുണ്ട്, ഒന്ന് പോകാൻ പറ അച്ഛാ, എന്ത് പ്രശ്നം? ഒരു മൂർത്തിസ് ജ്വല്ലറി, മൂർത്തി സാർ പോലും അയാൾക്ക് അയാളുടേതായിട്ട് കുറേ ഡിമാൻഡും കാര്യങ്ങളും കുറേ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ ഫോളോ ചെയ്യണമെന്നുള്ളത് വിചാരിച്ചാൽ നമ്മൾ എപ്പോഴും അത് തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അച്ഛൻ അതൊന്നും പാലിക്കാൻ വേണ്ടി നിൽക്കണ്ട, ഇതിനുള്ള സമാധാനം ഞാൻ പറഞ്ഞോളാം. അങ്ങനെ അവിടുത്തെ മാനേജറിനോട് ചെന്നിട്ട് ഈ സെയിൽസ്മാൻ ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം സെയിൽസ്മാൻ്റെ ഈ വാക്കൊക്കെ കേട്ടിട്ട് മാനേജർ ഉടനെ തന്നെ നമ്മുടെ ആദർശിനെ വിളിച്ച് പറയാണ്, സാർ ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്, അനാമിക മാഡം ഇവിടെ വന്നിരുന്നു, ഇതേപോലെ സ്റ്റാഫിനോട് നല്ലോണം തട്ടിക്കയറി. നമ്മുടെ സ്റ്റാഫ് നല്ല സ്റ്റാഫുകളാണെന്നുള്ള കാര്യം സാറിനറിയാമല്ലോ, അതുകൊണ്ടാണ് അവർ ഇതൊരു ഇഷ്യൂ ആക്കി എടുക്കാത്തത്. ഇപ്പോൾ ഈ സ്റ്റാഫിനോടൊക്കെ ഇതുപോലെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ യൂണിയൻകാരും ഒക്കെ ആയിട്ട് അവർ ഇത് ഡിസ്കസ് ചെയ്യും, പിന്നെ നമ്മുടെ കയ്യിലൊന്നും പിടിച്ചാൽ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ മൂർത്തിസ് ജ്വല്ലറിയിൽ ഇതുവരെയായിട്ടും ഒരു സ്റ്റാഫിനും ഈ തരത്തിൽ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം മാനേജറിനോട് ആദർശ് പറയുന്നുണ്ട്, ആര് അനാമികയാണോ അവിടെ വന്നത്? അപ്പോൾ ആദർശിനോട് മാനേജർ പറയാണ്, അനാമിക മേഡം മാത്രമല്ല, അനാമിക മേഡത്തിൻ്റെ അച്ഛനും അമ്മയും വന്നിരുന്നു, അവരെല്ലാം മോശമായിട്ടാണ് സ്റ്റാഫിനോട് പെരുമാറിയത്. സാറ് ഒന്ന് അനാമിക മേഡത്തിനോട് പറയണം. മാത്രവുമല്ല അനാമിക മേഡം ഇവിടുന്ന് 50 പവൻ്റെ അടുത്തോളം സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. ആ പവൻ ഒക്കെ വെറുതെയാണ് കൊണ്ടുപോയത്, അതിൻ്റെ ഒന്നും പൈസ അടച്ചിട്ടില്ല. നമ്മുടെ നമ്മുടെ കമ്പനിയുടെ റൂൾ അനുസരിച്ച് കമ്പനിയിൽ ഏതൊരാളും സാധനം മേടിച്ചാലും അതിൻ്റെ പൈസ അടയ്ക്കണമെന്നാണല്ലോ, അതിപ്പം തൊഴിലാളിയാണെങ്കിലും മുതലാളിയാണെങ്കിലും. അതുകൊണ്ട് ഇതുവരെ അതങ്ങനെ തന്നെയായിരുന്നു തുടർന്നുകൊണ്ട് പോയത്. അതനുസരിച്ചാണ് ഇവിടുത്തെ സെയിൽസ്മാൻ ആ രീതിയിലാണ് അനാമിക മാഡത്തിനോട് ചോദിച്ചതും. പക്ഷെ അവർ തട്ടിക്കയറുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആദർശ് സാറ് ഇതൊക്കെ ഒന്ന് അനാമിക മാഡത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം ആദർശ് ഈ മാനേജറോട് പറയുന്നുണ്ട്, അനാമിക ഇപ്പം വന്നിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ, നമ്മുടെ കാര്യങ്ങളും രീതികളും ഒന്നും ആ കുട്ടിക്ക് അറിയത്തില്ല, എന്തായാലും ഞാൻ അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ആദർശ് ഫോൺ വെക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ അനാമിക ഈ വലിയ നെക്ലേസൊക്കെ ഇട്ടുകൊണ്ട് അനന്തപുരിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. അല്ല അനാമിക മോളെ, ഇത് എവിടെ പോയതായിരുന്നു? ആഹാ, ഇത് കൊള്ളാലോ, നല്ലൊരു നെക്ലേസ് ആണല്ലോ കഴുത്തി കിടക്കുന്നത്, ഇതാര് വാങ്ങി തന്നതാ എന്ന് മുത്തശ്ശി അനാമികയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അനാമിക ഒന്ന് പതുങ്ങുന്നുണ്ട്. എന്നിട്ട് അനാമിക മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അത് മുത്തശ്ശി, ഇതെനിക്ക് അനി വാങ്ങിച്ചു തന്നതാ. അനിയോ? അനിക്കുട്ടൻ ഇപ്പം കുറേ മാറ്റമൊക്കെ ഉണ്ടല്ലോ, അനി സാധാരണ അങ്ങനെ വാങ്ങിച്ചു തരുന്നതല്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോഴത്തേനും മുത്തശ്ശിയോട് അനാമിക പറയാണ്, മുത്തശ്ശി ഇപ്പം അവനെന്നോട് ഭയങ്കര സ്നേഹമാണ്. ഇന്ന് ഞാനും അച്ഛനും അമ്മയും കൂടെ നമ്മുടെ അടുത്തുള്ള ആ ബ്രാഞ്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് വെറും കൈയോടെ എങ്ങനെയാണ് വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് അനിയാണ് എനിക്ക് ജ്വല്ലറി വാങ്ങിച്ചു തന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ മുത്തശ്ശിയോട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മുത്തശ്ശി, നല്ല ഡിസൈനല്ലേ, അമ്മയും പറഞ്ഞു ഇത് നല്ല ഡിസൈനാന്ന്, അടുത്ത തവണ പോകുമ്പോൾ അമ്മയ്ക്കും ഇതേ ഡിസൈനിലുള്ള ഒരു മാല വാങ്ങിക്കൊടുക്കണം. അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനാമിക മുത്തശ്ശിയോട്. ഇതൊക്കെ കേട്ടോണ്ടാണ് നമ്മുടെ ദേവേനെ അങ്ങോട്ട് വരുന്നത്. ദേവേനെ ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ അനുമോനെ നല്ലോണം മാറ്റിയെടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ മോളെ, ഇതൊക്കെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ്, ഇതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്, ഇതൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുമാണ്. അതുകൊണ്ട് തന്നെ അനുമോൻ ഇപ്പോൾ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയില്ല. കാരണം ഇതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിന് വെച്ചിരിക്കുന്നതായിരുന്നു, അതൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നതായിരുന്നു നല്ലത്. മോൾക്ക് ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടായിരുന്നതല്ലേ, പിന്നെ എന്തിനാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മാല അനിയനെയും കൊണ്ട് വാങ്ങിപ്പിച്ചത്? എന്താ വല്യമ്മ, എനിക്ക് അനി ഈ സ്വർണം വാങ്ങിച്ചു തന്നത് വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തതുപോലെ? ആദർശേട്ടൻ നയനയ്ക്ക് എത്രമാത്രം സ്വർണ്ണമാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല വല്യമ്മയ്ക്കും ഇഷ്ടംപോലെ സ്വർണം ആദർശേട്ടൻ വാങ്ങിച്ചു തന്നിട്ടില്ലേ? ഇപ്പോൾ അനി എനിക്ക് വാങ്ങിച്ചു തന്നപ്പം എന്താ ഇത്രമാത്രം തെറ്റ്? എനിക്ക് ഈ വീട്ടിൽ എന്നോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, നയനയ്ക്ക് നിങ്ങളെല്ലാവരും സ്വർണ്ണങ്ങൾ ഇത്രയും കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തെപ്പറ്റി ഈ വീട്ടിൽ ആരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അതൊക്കെ അറിഞ്ഞ് അനി എനിക്ക് വാങ്ങിച്ചു തന്നപ്പം അതെന്താ വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തത്?
പറയേ വല്യമ്മേ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അനാമിക നമ്മുടെ ദേവയാനിയോട്. അപ്പോഴത്തേനും അങ്ങോട്ട് നമ്മുടെ ജാനകി വരികയാണ്. ജാനകി വന്നിട്ട് പറയാണ്, എവിടുന്ന മോളെ ഈ നെക്ലേസ് കിട്ടിയിരിക്കുന്ന, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ജാനകിയോട് നമ്മുടെ അനാമിക പറയാണ്, ഇതെനിക്ക് അനി മേടിച്ച് തന്നതാണ് അമ്മേ. പക്ഷേ വല്യമ്മയ്ക്ക് എനിക്ക് ഈ നെക്ലേസ് വാങ്ങിച്ചു തന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. വല്യമ്മ എന്നെ വഴക്ക് പറയായിരുന്നു ഇത് അനിയുടെ അടുത്തുനിന്ന് വാങ്ങിച്ചതിന്. അന്നേരം ജാനകി നമ്മുടെ ദേവയാനിയോട് പറയാണ്, ഏട്ടത്തി എന്തിനാ ഏട്ടത്തി മോളെ വിഷമിപ്പിക്കുന്നത്? മോൾക്ക് അനുമ സ്നേഹത്തോടെ വാങ്ങിച്ചു കൊടുത്തതല്ലേ, അതും ഇത്ര വില കൂടിയ ഒരു നെക്ലേസ് ആദ്യമായിട്ട്. അപ്പോൾ ജാനകി ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് നോക്ക് ഏട്ടത്തി, ഇവിടെ ഉള്ള മറ്റു മരുമക്കളെ പോലെ അല്ല എൻ്റെ മകള്. അവള് സ്വർണം കൊണ്ടാണ് ഇവിടെ കയറി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ സ്വർണത്തിനോടൊന്നും അത്ര വലിയ ആഗ്രഹമോ ആർത്തിയോ ഒന്നുമില്ല. പിന്നെ അനുമോൻ ആദ്യമായിട്ട് അവൾക്കൊന്നും വാങ്ങിച്ചു കൊടുത്തപ്പം അത് അവൾ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ഏട്ടത്തി അതിന് ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ജാനകി നമ്മുടെ ദേവയാനിയോട് പറയാണ്, ഇവിടെ എൻ്റെ മരുമകളുടെ മുമ്പിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് മറ്റു മരുമക്കൾ, പ്രത്യേകിച്ച് ഏട്ടത്തിൻ്റെ മരുമകൾ. അതൊക്കെ ഏട്ടത്തിക്ക് അറിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ജാനകിയോട് നമ്മുടെ ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ദേവയാനി ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഇതിനിടയിലേക്ക് നമ്മുടെ ആദർശ് കയറി വരുന്നുണ്ട് കേട്ടോ. ആദർശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആദർശിന് അനാമിക സ്വർണം എടുത്തതിലോ പൈസ കൊടുക്കാത്തതിലോ ഒന്നും അല്ലായിരുന്നു ദേഷ്യം. അനാമികയോട് ദേഷ്യം മുഴുവൻ സെയിൽസ്മാനോട് മോശമായിട്ട് സംസാരിച്ചതിലായിരുന്നു. അങ്ങനെ ആദർശിൻ്റെ ദേഷ്യം കൊണ്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ആദർശ അനാമികയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ആരോട് ചോദിച്ചിട്ടാണ് നീയും നിൻ്റെ അച്ഛനും അമ്മയും കൂടി ജ്വല്ലറി വന്നിട്ട് അത്രയും മോശമായി സ്റ്റാഫിനോടൊക്കെ പെരുമാറിയത്? അതുമാത്രവുമല്ല, ഈ സ്വർണം ഇത്രയും ലക്ഷം രൂപയുടെ സ്വർണം 1 രൂപ പോലും കൊടുക്കാണ്ട് ആരാണ് നിന്നോട് പറഞ്ഞത് അവിടുന്ന് സ്വർണം എടുക്കാൻ വേണ്ടിയിട്ട്? നിനക്ക് സ്വർണം എടുക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് ആരോടെങ്കിലും ഒരു വാക്കെങ്കിലും ഒരു അനുവാദമെങ്കിലും ചോദിക്കത്തില്ലേ? നമ്മൾ ഇതുവരെയായിട്ടും ഇവിടെ ആരും നമ്മുടെ സ്റ്റാഫിനോട് ഇത്രത്തോളം മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. നീ ഭയങ്കര മോശമായിട്ടാണ് സ്റ്റാഫിനോടൊക്കെ പെരുമാറിയതെന്നും ഭയങ്കര അഹങ്കാരത്തോടെയാണ് പെരുമാറിയതെന്നും 1 രൂപ പോലും ബില്ല് അടച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാഫ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇത്രത്തോളമൊന്നും മോശമായിട്ട് ഈ കുടുംബത്തിൽ ആരും ഇതുവരെയായിട്ടും നമ്മുടെ ഒരു സ്റ്റാഫിനോടും പെരുമാറിയിട്ടില്ല. എല്ലാ സ്റ്റാഫിനെയും നമ്മുടെ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് മൂർത്തീസ് ജ്വല്ലറിയിൽ മൂർത്തി സാറ് ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ളത്. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തതൊന്നുമല്ല, ഇതെനിക്ക് എൻ്റെ ഭർത്താവ് സമ്മാനമായിട്ട് നൽകിയതാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ആര്? അനിയോ? അതെ, അനി തന്നെ. എന്നിട്ട് ആദർശിന് ഭയങ്കര ദേഷ്യത്തിൽ അനീനെ വിളിക്കുന്നുണ്ട്. എടാ അനി, ഇങ്ങ് വാ എന്ന് പറയുകയാണ് കേട്ടോ ആദർശ്. അന്നേരം അനി, എന്താ ഏട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് അനി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിലെയും നമ്മുടെ സ്ഥാപനങ്ങളുടെയും നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ നിനക്ക് അറിയാൻ പാടാഞ്ഞിട്ടാണോ നീ ഈ പരിപാടി ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആദർശിനോട് അനി പറയുന്നുണ്ട്, എന്താ ഏട്ടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, അനാമിക ഇന്ന് ജ്വല്ലറിയിൽ വന്നിട്ട് സ്വർണം എടുത്ത കാര്യം നിനക്കറിയാമോ? അപ്പം അനി പറയുന്നുണ്ട്, എനിക്കറിയില്ല ഏട്ടാ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? അന്നേരം എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ആദർശ് പറയാണ്, അനി, നീ ഇവക്ക് 50 ലക്ഷത്തിൻ്റെ സ്വർണം, അതും ഈ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഈ ഡിസൈനിലുള്ള നമുക്ക് 1ഓ 2ഓ ഡിസൈനേ ഉള്ളൂ, ആ ഡിസൈനിലായിട്ടുള്ള നെക്ലേസ് നീ അനാമികയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. അന്നേരത്തേനും അനി പറയാണ്, ഏട്ടൻ എന്താ വട്ട് പിടിച്ചോ? എനിക്ക് ഇവക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വട്ടൊന്നുമില്ല. മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്നുള്ള കാര്യം ഈ വീട്ടിലെല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ച് ഞാൻ ആരെയും ബോധ്യപ്പെടേണ്ട ആവശ്യവുമില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇവക്ക് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നത്? ഇത് കേൾക്കുമ്പോഴത്തേന് ആദർശ് പറയാണ്, എനിക്കറിയാം നീയല്ല ഇത് ചെയ്തതെന്നുള്ള കാര്യം. കാരണം കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റാഫ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരത്തേനും മുത്തശ്ശി നമ്മുടെ അനിയോട് ചോദിക്കുകയാണ്, അപ്പോൾ മോനെ നീയല്ലേ അനാമിക മോൾക്ക് ഈ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തത്, ഈ നെക്ലേസ് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തത്? അപ്പോഴത്തേനും അനി പറയാണ്, എൻ്റെ മുത്തശ്ശി, എനിക്കിവളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. പിന്നെ അമ്മയുടെ ഒരേ നിർബന്ധത്തിൽ മാത്രമാണ് ഞാനിങ്ങനെ അങ്ങ് പോകുന്നത്. ഞാൻ ഇവക്ക് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ? മുത്തശ്ശി എന്താണ് ഈ പറയുന്നത്? എനിക്ക് ഇപ്പോഴാണ് അറിയുന്നത് ഞാൻ ഇവക്ക് ഗിഫ്റ്റ് മേടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇവൾ മൂർത്തീസ് ജ്വല്ലറി പോയി നെക്ലേസും അടിച്ചു മാറ്റിക്കൊണ്ട് വന്നെന്നുള്ള കാര്യം. അതൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികയുടെ അടുത്തേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ.
ഇതൊക്കെ കേട്ടിട്ട് ആകെ ചമ്മി നാറി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമിക. എന്നിട്ട് അനാമികയോട് നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇത്, എന്തിനാ നീ ഞങ്ങളോട് എല്ലാവരോടും കള്ളം പറഞ്ഞത്, എന്തിനാ നീ ഇത് അനി ഗിഫ്റ്റ് ചെയ്തതാന്ന് പറഞ്ഞ് ഞങ്ങളോട് കള്ളം പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം തന്നെ നമ്മുടെ ജാനകിക്കും ആകെപ്പാടെ ഒരു ചമ്മലാകുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം അനാമികനെ വലിയ പൊക്കിയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇതേപോലെയൊക്കെ അറിയുമ്പത്തേനും ആകെ എന്ത് പറയണം എന്ന് അറിയാണ്ട് നിൽക്കുകയാണ് നമ്മുടെ ജാനകി. അങ്ങനെ ദേവയാനി ഇങ്ങനെ അനാമികയോട് ചോദിക്കുമ്പത്തേന് അനാമിക ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദേവയാനി അനാമികയോട് പറയാണ്, നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ആരോടെങ്കിലും പറഞ്ഞാൽ പോരെ, അതല്ലാണ്ട് ആരും അറിയാണ്ട് ജ്വല്ലറിയിൽ പോയിട്ട് നീ ഈ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിനെക്കാട്ടിലും അപ്പുറം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവില്ലേ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് കേട്ടോ, അമ്മേ ഇത് നയന ഡിസൈൻ ചെയ്ത ജ്വല്ലറിയാണ്, ഇത് നയന ഈ അടുത്ത് നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നത്, അതും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു നെക്ലേസാണ്, ഇതിന് വേണ്ടിയിട്ട് കസ്റ്റമർ വെയിറ്റിംഗ് ആണ്, മാത്രവുമല്ല ഇത് നമ്മുടെ ഗോൾഡൻ കസ്റ്റമേഴ്സിനുള്ളതാണ്, അവർ ഇതിൻ്റെ ബില്ലൊക്കെ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തതാണ്, നമ്മൾ ഇനി എന്ത് ചെയ്യും, കാരണം ഇതൊക്കെ ഭയങ്കര റെയർ ആയിട്ടുള്ളതാണ്, നമുക്ക് അത്ര പെട്ടെന്ന് ഇതൊന്നും ഈ ടൈം ലിമിറ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്നതല്ല, ഈ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും കഷ്ടപ്പെട്ടാണ് നയന വരച്ചത്, അത് മാത്രമല്ല ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും അത്രയും സമയം എടുത്തിട്ടുണ്ട്, ഇതൊന്നും അറിയാണ്ടാണ് കമ്പനി ഡയറക്ടറായ എന്നോട് പോലും ഒരു വാക്ക് ചോദിക്കാണ്ടാണ് ഇവൾ പോയിട്ട് ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോഴത്തേനും നമ്മുടെ നയനയും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നയനയും ഈ സംസാരം എല്ലാം കേൾക്കുകയാണ്. ആദർശിൻ്റെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോഴത്തേനും നമ്മുടെ ജാനകിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരികയാണ്. എന്നിട്ട് ജാനകി ആദർശിന് നേരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറയാണ്, എടാ ആദർശേ നിർത്ത്, മതി, നീ കമ്പനിയുടെ ഡയറക്ടറൊക്കെ ആയിരിക്കാം, പക്ഷേ ഈ വീട്ടിൽ അത് വേണ്ട, ഇവിടെ ഡയറക്ടർ നിന്നെക്കാൾ മുതിർന്നവരുണ്ട്, അവർ സംസാരിക്കട്ടെ, അതല്ലാണ്ട് നീ കമ്പനിയിലെ ഡയറക്ടർ കളിച്ച് നീ എന്തോ എൻ്റെ അനാമിക മോള് ഒരു നെക്ലേസ് എടുത്തതിന് ജ്വല്ലറി മൊത്തം മോഷ്ടിച്ചുകൊണ്ട് പോയ പോലെയാണല്ലോ സംസാരിക്കുന്നത്. നിൻ്റെ ഭാര്യയ്ക്ക് മാത്രം പിന്നെ സ്വർണ്ണം ഇട്ടാൽ പോരെ മതിയോ, എൻ്റെ അനാമിക മോൾക്ക് ഒരു സ്വർണ്ണം ഇട്ടു എന്ന് വിചാരിച്ചിട്ട് എന്താ കുഴപ്പം, അതും അവൾ ആഗ്രഹിച്ചെടുത്തതല്ലേ, അവളും ഈ കുടുംബത്തിലെ അംഗമല്ലേ. അപ്പോഴത്തേനും നമ്മുടെ ദേവയാനി ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി നീ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്നത്, നിനക്കെന്ത് ഒന്നും അറിയത്തില്ലേ, നീ എന്തിനാണ് ആദർശിനോട് ഇത്രയും ചൂടാവുന്നത്, നോക്കു ജാനകി, ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ്, ഇത്രയും വർഷമായി ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ നമ്മുടെ ജ്വല്ലറിയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ജ്വല്ലറി സാധനം, എന്തെങ്കിലും ഒരു സ്വർണം ഞാൻ ആരുടെയും അനുവാദമില്ലാതെ വാങ്ങിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ, പോട്ടെ നീ ഇതുവരെയായിട്ടും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടോ, പിന്നെ അനാമിക ഇന്ന് ചെയ്തത് ശരിയാണെന്ന് നീ എനിക്ക് എങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും, അതുകൊണ്ട് തന്നെ ഇവൾ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന സ്വർണത്തിൻ്റെ പൈസ ഒന്നെങ്കിൽ തിരികെ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവൾ ഈ സ്വർണം അവിടെ തന്നെ തിരിച്ചു കൊണ്ട് വെക്കുക. ആദർശ് പറഞ്ഞത് കേട്ടില്ലേ, ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണെന്ന്, മാത്രവുമല്ല ഇതിനി പുതിയതായിട്ട് പണിയണമെന്നുണ്ടെങ്കിൽ അത്രയും സമയവും വേണം, ഇതെല്ലാം കസ്റ്റമേഴ്സ് ഓൾറെഡി അവർ ബുക്ക് ചെയ്ത കാര്യങ്ങളാണ്, ഏകദേശം 50% പൈസ അവരെല്ലാവരും അടച്ചതാണ്, അതുകൊണ്ട് തന്നെ ഇനി നമ്മളത് ഇല്ല എന്ന് സ്റ്റോക്ക് ഔട്ടാണ് എന്നൊക്കെ പറയുന്നത് കസ്റ്റമേഴ്സിനോട് ചെയ്യുന്നത് ചതിയാണ്, അതുകൊണ്ട് നിനക്കൊന്നും അറിയാത്ത രീതിയിൽ നീ സംസാരിക്കരുത് ജാനകി. അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ രേവതിയും വേണും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയും വേണും കൂടി കയറി വന്നിട്ട് രേവതി പറയാണ്, ദേവയാനി ചേച്ചി സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടു, ദേവേച്ചി ഒരു മാല എടുത്തതിൻ്റെ പേരിൽ ഇത്രയും വലിയ പുകിലുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ഈ വീട്ടിൽ, എൻ്റെ മോളൊരു മാല എടുത്തതാണോ ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അന്നേരം വേണുവിനോട് ദേവയാനി പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾ ഒരു മാല എടുത്തതല്ല പ്രശ്നം, കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മാല പോയി എടുത്തു, അതും ഈ വീട്ടിൽ ആരോടും ഒരു അനുവാദം പോലും ചോദിക്കാതെ, മാത്രവുമല്ല നിങ്ങളെല്ലാവരും കൂടെ ആ സെയിൽസ്മാനെ എത്ര മോശമായിട്ടാണ് സംസാരിച്ചത്, അതുകൊണ്ട് തന്നെ യൂണിയനിലൊക്കെ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ ഭയങ്കര പ്രശ്നമാകും, അതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ, നിങ്ങൾ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനല്ലേ, അതോ അനാമിക മോളുടെ അച്ഛൻ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോഴത്തേനും രേവതി വന്ന് പറയാണ്, ദേവേച്ചി ഞങ്ങളിത് മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല, ഞങ്ങൾ ഇച്ചിരി സ്വർണം എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ ഈ 50 ലക്ഷം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിന് ഇതിൻ്റെ ഇരട്ടി പോയാൽ പോലും ഒരു പ്രശ്നമല്ല, അദ്ദേഹം കോടികൾ വെച്ച് കളിക്കുന്ന ആളാന്നുള്ള കാര്യം ദേവേച്ചിക്ക് അറിയാലോ, അപ്പോൾ ആണോ ഈ 50 ലക്ഷം, പിന്നെ ഞങ്ങൾ കുറച്ച് സ്വർണം എടുക്കാൻ വേണ്ടി പോയപ്പം എന്താണെങ്കിലും നമ്മുടെ ജ്വല്ലറി അവിടെ ഉള്ളപ്പം വേറൊരു ജ്വല്ലറി കയറി സ്വർണം എടുക്കുമ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കില്ലേ, മൂർത്തസ് ജ്വല്ലറി അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജ്വല്ലറി പോവാണ്ട് ഞങ്ങളുടെ ജ്വല്ലറിയിലേക്ക് വന്നത് എന്ന്, ആ ഒരു നാണക്കേട് വേണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ അവിടെ പോയി സ്വർണം എടുത്തത്,
അല്ലാണ്ട് നിങ്ങളുടെ ജ്വല്ലറിയിലെ സ്വർണ്ണങ്ങളൊന്നും അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല. പിന്നെ അത് നിങ്ങളുടെ മാത്രമല്ലല്ലോ, ആദർശ് ഡയറക്ടറായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും അനുമോൻ്റെയും കൂടിയല്ലേ അത്. അപ്പോൾ അനുമോൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ അനാമിക മോൾക്കും അതിനകത്ത് ഒരു ഷെയർ ഉണ്ടല്ലോ. ഞങ്ങളവിടെ പോയി ഞങ്ങളുടെ സ്വർണം ഇച്ചിരി എടുത്തു, അത് മാത്രമേ ഞങ്ങൾ വിചാരിച്ചുള്ളൂ. അപ്പോഴത്തേനും ആദർശിന് ഭയങ്കര ദേഷ്യം വരികയാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണോ പോയി എടുക്കേണ്ടത്, അതും നമ്മുടെ സെയിൽസ്മാനോട് മോശമായി പെരുമാറിയതിന് ഇതിനുള്ള പരിഹാരം അതല്ല. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ അനാമികയുടെ നെക്ലേസ് തിരികെ ജ്വല്ലറിയിൽ എത്തിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബില്ലിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ ഡയറക്ടറാണെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിൽ എന്താണ് കാര്യമുള്ളത്? മാത്രവുമല്ല, കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി വരുമ്പോൾ ഞാനാണ് അതിന് സമാധാനം പറയേണ്ടത്. അപ്പോഴത്തേനും ജാനകിക്ക് ഭയങ്കര ദേഷ്യം വരുവാണ്. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, നീ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ആദർശ്. ഇവിടെ എൻ്റെ അനാമിക മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ തരാനും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ചൊന്നും അധികം സംസാരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. നീ നിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടം പോലെ സ്വർണം കൊണ്ട് കൊടുക്കാറുണ്ടല്ലോ. അതുപോലെ എൻ്റെ അനാമിക മോൾ ഒരു സ്വർണം എടുത്തതാണോ ഇത്രയും വലിയ പ്രശ്നമായത്? നിൻ്റെ ഭാര്യ വലിയ ഡിസൈനുകാരിയല്ലേ, അവളോട് ഒരു ഡിസൈൻ ചെയ്ത് വേഗം ഒരു മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ. അന്നേരത്തേനും ആദർശ് പറയാണ്, ഇളയമേ, അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. മാത്രവുമല്ല, നയന ഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നയനയല്ലല്ലോ ഈ സ്വർണം പണിയുന്നത്. ഇത് പണിയുന്നത് നമ്മൾ പണിക്കാരെ വെച്ചിട്ടല്ലേ. അവരിത് പണിതെടുക്കാൻ, ഈ ഒരു ജ്വല്ലറി പണിതെടുക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുത്തു എന്നറിയാമോ ഇളയമ്മയ്ക്ക്? ഇത് സാധാ ഒരു ഡിസൈൻ അല്ല. ഇത് അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള, അത്രയും നമുക്ക് കിട്ടാത്ത തരത്തിലുള്ള ഒരു ഡിസൈനാണ്. ആൾക്കാർ അതുകൊണ്ടാണ് ഈ ഡിസൈന് നേരത്തെ തന്നെ ബുക്ക് ചെയ്തത്. അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഗോൾഡൻ കസ്റ്റമേഴ്സിന് മാത്രം കൊടുക്കുന്ന ഒരു സ്റ്റോക്കാണ്. എന്നിട്ട് ഇതൊന്നും അറിയാണ്ട് ഇളയമ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് ആദർശ് നമ്മുടെ ജാനകിയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും വേണുവിന് ആകെപ്പാട് ഷോക്കാവുകയാണ് കേട്ടോ. എന്നിട്ട് വേണു രേവതിയോട് ഇങ്ങനെ ഒളിഞ്ഞ് പറയുന്നുണ്ട്, ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? 50 ലക്ഷമൊക്കെ ഞാൻ എവിടെ നിന്ന് വെച്ച് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? ഒരു ചായ കുടിക്കാൻ 50 രൂപ പോലും ഇല്ലാത്ത ആളാണ് ഞാൻ. എന്നിട്ടാണ് 50 ലക്ഷം. നീ ഇതെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്ക് രേവതി. ഇല്ലെങ്കിൽ 50 ലക്ഷത്തിന് വേണ്ടി നമ്മളിനി അടുത്ത ആരുടെ കാല് പിടിക്കും? എന്നിട്ട് ആദർശ് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, ഒന്നെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ അനാമിക ഈ സ്വർണം തിരിച്ചു വെക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നടക്കണം. അല്ലാണ്ട് ഇതിൽ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇളയമ്മ എന്ന് പറയാണ്. ഇല്ലെങ്കിൽ ഇളയമ്മ അത് അച്ഛനോട് മുത്തശ്ശനോട് സംസാരിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. അപ്പോഴത്തേനും ജാനകി ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് നമ്മുടെ ആദർശ് അവിടുന്ന് പോവുകയാണേ. ആദർശ് പോകുമ്പോഴത്തേനും നമ്മുടെ വേണു അനാമികയോട് പറയുന്നുണ്ട്, മോളെ അനാമിക, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇത് ഊരി അങ്ങ് കൊടുത്തേക്ക്. അപ്പോഴത്തേനും അനാമിക ദേഷ്യത്തോട് വേണുവിനോട് പറയുന്നുണ്ട്, അച്ഛൻ എന്താ ഈ പറയുന്നത്? ഞാനിത് ഭയങ്കര ആഗ്രഹിച്ചെടുത്തതാണ്. മാത്രവുമല്ല, ഞാനിത് ഊരി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ട് നിൽക്കും. അതിനെനിക്ക് പറ്റില്ല. അതുകൊണ്ട് അച്ഛൻ പിന്നെ കാശ് തരാമെന്ന് എന്തെങ്കിലും പറഞ്ഞ് ഒഴിയെ. ഞാനെന്തായാലും ഇത് ഊരി കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും പോകുന്നില്ല. അന്നേരത്തേനും നമ്മുടെ ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ജാനകി പറയാണ്, അനാമികയുടെ അച്ഛൻ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? എൻ്റെ വേണുവേട്ടാ, ആ 50 ലക്ഷം അങ്ങ് എറിഞ്ഞു കൊടുക്കുക. വേണുവേട്ടന് 50 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 പൈസയ്ക്ക് അത്രയല്ലേ ഉള്ളൂ. വേണുവേട്ടന് ആ പൈസ അങ്ങ് കൊടുക്കാം. ഇതിപ്പം ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജയേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൊടുക്കണോ എന്ന് ചോദിക്കുന്നുണ്ടേ. അന്നേരത്തേനും വേണു പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജാനകി, ഇതിപ്പം ഞാനൊരു ചെക്ക് കൊടുത്താൽ തീരാവുന്ന കാര്യമുള്ളൂ. പിന്നെ ആദർശിന് അത്രയും വാശിയൊന്നും പാടില്ലല്ലോ. അവിടെ പോയിട്ട് ഒരു സ്വർണം എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇത്രയും പുകിലുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? നമ്മളും അങ്ങനെ തോറ്റു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. എന്താണെങ്കിലും ഞാൻ തന്നെ പൈസ കൊടുത്തോളാം. ജാനകി അതോർത്ത് എന്നിട്ട് ജാനകി അവിടെ നിന്ന് പോവാണ് കേട്ടോ. ആ തക്കം തന്നെ ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ടേ. ദേവയാനിക്ക് ഇവരുടെ കുശുകുശുപ്പൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കയ്യിൽ പൈസ ഇല്ല എന്നുള്ള കാര്യം. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, എന്താ വേണു ആ പൈസ അങ്ങ് കൊടുക്കുക. ആദർശ് പിന്നെ ഇച്ചിരി പിടിവാശിയുള്ള ആളാണ്. അവൻ വിചാരിച്ച കാര്യം തന്നെ അവന് നടക്കണം. മാത്രമല്ല, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് കസ്റ്റമേഴ്സ് എടുത്തു വെച്ച പൈസയാണല്ലോ. അവൻ വേണ്ട ഇതിനുള്ള ഉത്തരവാദിത്വമൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അവനാണല്ലോ ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ. അപ്പോൾ അച്ഛൻ അവനെയാണ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത്. ജ്വല്ലറിയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഡീൽ ചെയ്യേണ്ടത് ആദർശ് മോനാണല്ലോ. അതുകൊണ്ട് തന്നെ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതുപോലൊരു കാര്യം ചെയ്യുമ്പോൾ അനാമിക ഞങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചോദിക്കുമായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥ അനാമിക മോൾക്ക് വരില്ലായിരുന്നു. എന്തായാലും അനാമിക മോളുടെ അച്ഛൻ ആ പൈസ അങ്ങ് കൊടുക്കും. ബാക്കി കാര്യം ഞാൻ അവനോട് പറഞ്ഞ് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട്
ദേവയാനി അവിടുന്ന് പോകുമ്പത്തേന് അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. ഇവരെന്തറിഞ്ഞാണ് ഈ സംസാരിക്കുന്നത്? ഇവർക്കെല്ലാം അറിയാം നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്ന്. എന്നിട്ട് മനഃപൂർവ്വമാണ് നമ്മളോട് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് അച്ഛാ. ഇവരെയൊന്നും വെറുതെ വിടാൻ വേണ്ടിയിട്ട് പാടില്ല. അച്ഛാ, ഇവരുടെ എല്ലാം സ്വത്ത് അടിച്ചു മാറ്റി എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം. അതുകൊണ്ട് അച്ഛൻ അതിനുള്ള പദ്ധതിയൊക്കെ തയ്യാറാക്കാൻ നോക്ക്. പിന്നെ ഈ സ്വർണ്ണമാല ഞാൻ എന്തായാലും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അച്ഛൻ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും വഴിയുണ്ടാക്കി ഇതിൻ്റെ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് നോക്ക്. അപ്പോൾ വേണു പറയുന്നുണ്ട്, മോളെ എൻ്റെ കയ്യിൽ അത്രയും കാശില്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ, പിന്നെ ഞാൻ എവിടെ വെച്ചിട്ട് അടയ്ക്കാനാണ്? അതൊന്നും എനിക്ക് അറിയണ്ട അച്ഛാ. അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപാടിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഈ പൈസ കൊടുത്ത് ഇപ്പോൾ ഈ കാര്യം ഒന്ന് ഒഴിവാക്കുക. എന്താണെങ്കിലും ഈ മാല ഞാൻ തിരിച്ചു കൊടുക്കില്ല. അന്നേരം വേണു പറയാണ്, മോളെ എൻ്റെ അവസ്ഥ നിനക്കറിയാലോ, നീ അല്ലാതെ ആരാണ് അത് മനസ്സിലാക്കാനുള്ളത്? അതുകൊണ്ട് എൻ്റെ മോള് ആ മാല അങ്ങ് തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അച്ഛൻ പെട്ടുപോകും എന്ന് പറയാണ്. അപ്പോഴത്തേനും രേവതിയും പറയുന്നുണ്ട്, നമുക്ക് ഈ മാല ഇടാനുള്ള യോഗമില്ല എന്ന് വിചാരിക്കും മോളെ, മോളത് കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ അച്ഛൻ എവിടെ നിന്നാണ് ഇത്രയും പൈസ ഉണ്ടാക്കുക? അന്നേരത്തേനും അനാമികയും സമ്മതിക്കുന്നുണ്ട് കേട്ടോ മാല ഊരി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാല ഊരിക്കൊണ്ട് ആദർശിൻ്റെ അടുത്തേക്ക് അനാമിക ചെല്ലുകയാണ്. എന്നിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്ന് കൊടുത്തിട്ട് ആദർശിനോട് അനാമിക പറയാണ്, എനിക്ക് ഈ നെക്ലേസ് വേണ്ട. ഇത് ഈ നയനേടത്തിയാണ് ഡിസൈൻ ചെയ്തതെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാനിത് മേടിക്കുകയില്ലായിരുന്നു. ഇതിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് നാണക്കേട്. മാത്രമല്ല ഇവരൊന്നും എൻ്റെ അത്രയും വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ഡിസൈൻ ചെയ്ത ഒരു നെക്ലേസ് ഞാനിടേണ്ട ആവശ്യവുമില്ല. അത്രത്തോളം ഒന്നും ഇവരെത്തിയിട്ടില്ല. എൻ്റെ ഒന്നും 7 അയലോക്കത്തെത്താനുള്ള യോഗ്യത ഇവർക്കില്ല എന്നുള്ള കാര്യം ആദർശേട്ടനറിയാലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നെക്ലേസ് വേണ്ട എന്ന് പറയാണ്. അപ്പോഴത്തേനും ആദർശ് നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് ആദർശ് പറയാണ്, അത് എന്തായെങ്കിലും അനാമിക എടുത്ത തീരുമാനം നല്ലതാണ്. കാരണം 50 ലക്ഷം രൂപ ലാഭമായി കിട്ടിയല്ലോ. മാത്രമല്ല എനിക്കിപ്പോൾ കസ്റ്റമേഴ്സിനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്താനും പറ്റും. ഇതിപ്പോൾ കൊണ്ട് കൊടുക്കേണ്ട ആ താമസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അനാമിക എടുത്ത തീരുമാനം നല്ലതാണ്. പിന്നെ അനാമികയുടെ അത്രയും യോഗ്യതയില്ലാത്തവളാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതെന്താ കാരണം എന്നുള്ള കാര്യം അനാമികയ്ക്കും അറിയാം, എനിക്കും അറിയാം. അനിയുടെ ഭാര്യ ആയതുകൊണ്ട് നമ്മൾ തമ്മിലൊരു വഴക്കിന് ഇടവരുത്തരുത്. എന്തുകൊണ്ട് അനാമിക ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് താക്കീത് കൊടുക്കുകയാണ് കേട്ടോ ആദർശ് അനാമികയ്ക്ക്. എന്നിട്ട് അനാമിക ജാനകിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് കേട്ടോ. ജാനകിയുടെ അടുത്ത് നിന്നിട്ട് പറയാണ്, അമ്മേ അച്ഛൻ എന്നോട് പറഞ്ഞതാണ് 50 ലക്ഷം ആദർശേട്ടന് കൊടുക്കാമെന്ന്. ഞാനാണ് പറഞ്ഞത് അച്ഛനോട് 50 ലക്ഷം എനിക്ക് വേണ്ട, ആദർശേട്ടന് ആ മാല എനിക്ക് വേണ്ട, 50 ലക്ഷം ആദർശേട്ടന് കൊടുക്കേണ്ട ആവശ്യവുമില്ല എന്ന് അച്ഛനോട്. കാരണം അത് നയനേടത്തിയാണ് ഡിസൈൻ ചെയ്തതെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. മാത്രവുമല്ല എനിക്ക് അവർ ഡിസൈൻ ചെയ്യുന്ന മാല വേണ്ട അമ്മേ, എനിക്കത് ഇഷ്ടമല്ല. അപ്പോഴത്തേനും ജാനകി പറയുന്നുണ്ട്, അത് ശരിയാണ് മോളെ, മോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, അടുത്ത ദിവസം അമ്മയുടെ കൂടെ വാ, ഞാൻ നിനക്ക് നല്ല ഡിസൈനിലുള്ള മാല എടുത്തു തരാം. അച്ഛനെയും കൂടെ കൂട്ടിക്കോ, അപ്പം നമുക്ക് അവിടെ വെച്ച് തന്നെ മാല എടുക്കാമല്ലോ. അപ്പോഴത്തേനും ജാനകി പറയുന്നുണ്ട്, അത് ശരിയാണ് മോളെ, മോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, അടുത്ത ദിവസം അമ്മയുടെ കൂടെ വാ, ഞാൻ നിനക്ക് നല്ല ഡിസൈനിലുള്ള മാല എടുത്തു തരാം. അച്ഛനെയും കൂടെ കൂട്ടിക്കോ, അപ്പം നമുക്ക് അവിടെ വെച്ച് തന്നെ മാല എടുക്കാമല്ലോ. അച്ഛന് ആഗ്രഹം ഉണ്ടാവില്ലേ മോള് നല്ല മാല ഇട്ട് കാണണമെന്ന്? അതുകൊണ്ടാണല്ലോ അച്ഛൻ മോൾക്ക് മാല മേടിച്ച് തരാൻ വേണ്ടിയിട്ട് വന്നത്. എന്തായാലും മോള് അച്ഛനെയും കൂടെ വിളിച്ച് അടുത്ത ദിവസം തന്നെ നമുക്ക് പോയി വാങ്ങാമെന്ന് പറയുമ്പോഴത്തേനും അനാമിക ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. ആ അനാമികനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്.